തളിപ്പറമ്പ് പൂക്കോത്തുനടയിൽ ഓവുചാലുകളുടെ സ്ലാബുകൾ തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി പേർ സഞ്ചരിക്കുന്ന സ്ഥലത്ത് സ്ലാബുകൾ പലയിടങ്ങളിലായി തകർന്നിട്ടും ദേശീയപാത അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പൂക്കോത്തുനടയിലെ ഓവുചാലുകളുടെ സ്ലാബുകൾ വിവിധയിടങ്ങളിൽ തകർന്നിട്ട് മാസങ്ങളായി. വളരെ തിരക്കേറിയ സ്ഥലത്ത് ഇത്തരത്തിൽ സ്ലാബുകൾ തകർന്നിരിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ്. പലപ്പോഴും വാഹനങ്ങൾ സ്ലാബുകൾക്ക് മുകളിൽ കയറ്റി പാർക്ക് ചെയ്യുന്നതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തകർന്ന സ്ലാബുകൾക്ക് മുകളിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. രാത്രികാലങ്ങളിൽ ഓവുചാലുകളിൽ വീണ് പരിക്കേൽക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഓവുചാലുകളുടെ അറ്റകുറ്റപ്പണിയുടെ ചുമതല ദേശീയപാത അതോറിറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ നഗരസഭയ്ക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. ജനങ്ങളുടെ ദുരിതത്തെ തുടർന്ന് പലതവണ നഗരസഭ ഇടപെട്ട താൽക്കാലികമായി പരിഹാരമുണ്ടാക്കിയിരുന്നു. എന്നാൽ നിരവധി തവണ ഇത് സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയായി ശാശ്വതമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാർച്ച് മാസം നടക്കുന്ന തൃച്ചംബരം ഉത്സവത്തിന് ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നുമായി 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുക. ഇതിനു മുൻപായെങ്കിലും ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ദേശീയപാത അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടി ഉണ്ടാകണമെന്ന് വാർഡ് കൗൺസിലർ PV സുരേഷ് പറഞ്ഞു. പൂക്കോത്തുനടയിൽ ദേശീയപാതയിൽ ആളുകൾ നടക്കുന്ന നടപ്പാതയുടെ സ്ലാബിൽ അത് പല ഭാഗങ്ങളായിട്ട് പൊട്ടിയിട്ട് വർഷങ്ങളായി. ദേശീയപാതയുടെ അധികൃതരുടെ ശ്രദ്ധയിൽ ഇത് പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവരിത് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണുള്ളത്. ദേശീയപാതയുടെ അധീനമായതുകൊണ്ട് തന്നെ തളിപ്പറമ്പ് നഗരസഭയ്ക്ക് ഈ സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കേണ്ടെന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്നിരുന്നാലും നഗരസഭ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ശേഖരിച്ചുകൊണ്ട് പലപ്പോഴായിട്ട് ഈ സ്ലാബുകൾ അവിടെ മാറ്റി ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇന്നിപ്പോൾ അവിടെ ഉള്ളത് ആളുകൾ നടന്നു പോയാൽ കുഴിയിൽ പോകുന്ന അവസ്ഥയിലാണ് ഈ സ്ലാബുകൾ പൊട്ടിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.